ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ പാഠങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞോ? പ്രൊമോത്യൂസിന്റെ പാഠമെല്ലാം പഠിച്ചില്ലേ? എല്ലാവരും മിടുക്കരായിട്ട് പഠിക്കണം കേട്ടോ. നമുക്കിനി അടുത്ത പാഠഭാഗത്തിലേക്ക് കിടക്കാം. അടുത്ത പാഠഭാഗത്തിലേക്ക് ഓക്കെ. നമ്മുടെ ഊർജതന്ത്രത്തിലെ സുദർശനം എന്നാണ് നമ്മുടെ ആ ഒരു പാഠത്തിന്റെ പാഠഭാഗത്തിന്റെ പേര്. ഓക്കെ, ഊർജതന്ത്രത്തിലെ സുദർശനം. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്? എന്താണെന്നറിയോ? നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് മഹത് വ്യക്തികൾ ഉണ്ടായിരുന്ന ഭാരതമാണ് നമ്മുടെ. ഇപ്പോഴും ഉണ്ട് ഒരുപാട് മഹത് വ്യക്തികൾ. അപ്പോഴെന്താണ് അവർ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴും എന്താണ് അത് നമ്മളുടെ ഭാരതീയർക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ലഭിക്കുന്നത്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമ്മളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ. ഇപ്പം തന്നെ നമ്മുടെ ലോകം മൊത്തം നമ്മളുടെ ഈ ഒരു ചൂണ്ടാണി വിരലിൽ അങ്ങനെ കിട്ടും. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടാത്ത കാര്യങ്ങളായിട്ടുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ലോകം പോലും നമ്മുടെ ഈ ഒരു ചൂണ്ടാണി വിരലിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പോൾ അത്രത്തോളം കണ്ടുപിടുത്തങ്ങളും പുരോഗതിയും എല്ലാം നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം പുരോഗതിക്ക് ഇത്ര വേഗം ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരുപാട് മഹത് വ്യക്തികൾ നമ്മൾക്കുണ്ടായിരുന്നു. ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. അപ്പോൾ ആ ഒരു മഹത് വ്യക്തിയുടെ കാര്യമാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ കാര്യമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിലേക്ക് പഠിക്കുന്നത്. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കാം. നമുക്ക് ഭാരതത്തിൽ അപൂർവം പേർക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളൂ. നമ്മൾ നോബൽ സമ്മാനം ഭാരതത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ 9 തവണ നോബൽ സമ്മാനം നാമനിർദ്ദേശം ലഭിച്ചെങ്കിലും സമ്മാനം ലഭിക്കാതെ പോയ മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ECG സുദർശൻ. എന്താണ്? അപ്പോൾ ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഭാരതത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ആ ഒരു ഭാരതത്തിന്റെ കാര്യമല്ല, നമ്മുടെ കേരളത്തിലെ ഒരു മലയാളിക്ക് എത്ര തവണയാണ്? 9 തവണ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ലഭിച്ചു. അദ്ദേഹത്തിന്റെ പേര് ആ ഒരു ലിസ്റ്റിനകത്ത് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. ആ നോബൽ സമ്മാനം ലഭിക്കുന്ന കൂട്ടത്തിൽ 1-2 പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം നിർദ്ദേശിക്കപ്പെട്ടു? 9 പ്രാവശ്യം നോബൽ സമ്മാനത്തിന്റെ നാമനിർദ്ദേശിക പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ആ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചില്ല? സമ്മാനം ലഭിക്കാതെ പോയ മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ECG സുദർശൻ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ECG സുദർശൻ. 2018 മെയ് മാസം അന്തരിച്ച ECG സുദർശന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളെയും കണ്ടെത്തലുകളെയും കുറിച്ചുമുള്ള ലഘു വിവരണമാണ് നമുക്ക് ഈ പഠിക്കാനുള്ള അധ്യായം. അപ്പോൾ എന്താണ്? നമ്മുടെ മലയാളിയായിട്ടുള്ള ECG സുദർശൻ മലയാളിയാണ്. ഭാരതീയൻ എന്നുള്ള ഒരു വിലയല്ല നമ്മൾ കൊടുക്കുന്നത്. അദ്ദേഹം മലയാളിയാണ്. ആ ഒരു വില നമ്മൾ നോക്കിക്കോണം. അദ്ദേഹം മലയാളിയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ പേര് എത്ര പ്രാവശ്യമാണ്? 9 പ്രാവശ്യം നോബൽ സമ്മാനത്തിന് ആ ഒരു നാമനിർദ്ദേശിക പട്ടികയിലേക്ക് എത്തപ്പെട്ടു. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ആ ഒരു ഭാഗ്യം തുണച്ചില്ല. അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം മരിച്ച വർഷം നോക്കിയാൽ 2018 മെയ് മാസത്തിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം 2 വർഷം കൊണ്ട് ആയതേ ഉള്ളൂ അദ്ദേഹം മരിച്ചു പോയിട്ട്. അത്രയ്ക്കും പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. നമ്മൾക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള അറിവ് കൂടുതലായിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു പാഠഭാഗം നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇത് നോക്കിക്കേ. നാലപ്പാട്ട് നാരായണ മേനോൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു 4 വരി കവിത നോക്കിക്കേ. അനന്തമജ്ഞാനം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാലപ്പാട്ട് നാരായണൻ ഒരു സാധാരണ മനുഷ്യന്റെ കാര്യം പറഞ്ഞിരിക്കുന്നതാണ്. അനന്തമജ്ഞാനം അവർണ്ണനീയം, അനന്തമായി കിടക്കുന്ന ഈ അജ്ഞാനം അവർണ്ണനീയമായിട്ടുള്ള നമുക്ക് വർണ്ണിക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന ഇത്രയും വിശാലമായിട്ട് കിടക്കുന്ന ഈ ലോകഗോളം തിരയുന്ന മാർഗം, ഈ ഒരു ഭൂമി ഇത്രയും അനന്തമായിട്ട് അജ്ഞാനമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ഭൂമിയിൽ, ആ തിരിയുന്ന ആ ഒരു ഭൂമിയിൽ അതിങ്ങനെ എങ്ങാണ്ട് ഒരിടത്തിരുന്നു, അതിൽ ആ ഒരു ഭൂമിയിൽ എവിടെയോ ഇരുന്ന് ആ
എന്താണ് നാലപ്പാട്ട്? നാരായണ ഇത്രയും വിശാലമായി അനന്തമായി അജ്ഞാനമായി കിടക്കുന്ന ഈ ഭൂമിയിൽ എവിടെയോ ഇരുന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമി എന്തെന്നുള്ളത് കണ്ടെത്താൻ പറ്റുമോ? കണ്ടെന്നോ ആ ഒരു മർദ്ദിൽ എന്ത് കഥ അറിഞ്ഞു എന്നാണ് നാലപ്പാട്ട് നാരായണമേനോൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ E.C.T. സുദർശനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇദ്ദേഹം ആരായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം മലയാളിയായിരുന്നു. മലയാളിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ എന്താണ്? ഭൗതിക ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹം ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ് E.C.T. സുദർശൻ. അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഭൗതിക ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മലയാളിയായ പ്രതിഭാശാലി 1931 കോട്ടയം ജില്ലയിലെ പള്ളം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ്? ഇദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഭൗതിക ശാസ്ത്രം നമ്മുടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പഠനമാണ്. ആ ഒരു ഭൗതിക ശാസ്ത്രത്തിൽ എന്താണ്? ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ നടത്തിയ മലയാളിയായ ഈ പ്രതിഭാശാലി അത്രയും കഴിവുള്ള ആൾ. അദ്ദേഹം മലയാളിയായിരുന്നു. അദ്ദേഹം എന്നാണ് ജനിച്ചത്? 1931 കോട്ടയം ജില്ലയിലെ പള്ളത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ച വർഷം 1931. അദ്ദേഹം മരിച്ച വർഷം എപ്പോഴാണ്? 2018 അദ്ദേഹം അന്തരിച്ചെന്ന് ആദ്യമേ പറഞ്ഞില്ലേ? 2018 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ അദ്ദേഹം 1931 എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? കോട്ടയം ജില്ലയിലെ പള്ളം എന്ന ഗ്രാമത്തിൽ. കോട്ടയം ജില്ലയിലെ പള്ളം എന്ന ഗ്രാമത്തിൽ ഇദ്ദേഹം എന്നാണ് ജനിച്ചത്? 1931 അദ്ദേഹം ജനിച്ചത്. എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് സുദർശനൻ എന്താണ് നോക്കിക്കേ. എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് സുദർശൻ എന്ന E.C.T. സുദർശൻ എന്താണ്? ഇദ്ദേഹത്തിന്റെ പേരിന്റെ ഫുൾ ഫോം പറഞ്ഞേ. E.C.T. സുദർശൻ എന്നല്ലേ പറഞ്ഞത്? എണ്ണയ്ക്കൽ എന്നുള്ളത് എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് സുദർശനൻ. എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് സുദർശനൻ. E.C.T. സുദർശനൻ. എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് സുദർശനൻ. പേര് കേട്ടോ? അദ്ദേഹത്തിന്റെ ഫുൾ നെയിം കേട്ടോ? E.C.T. സുദർശൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഷോർട്ടായിട്ട് പറയുന്ന പേരാണ്. അദ്ദേഹത്തിന്റെ ഒരു ചുരുക്ക പേര്. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേരാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേട്ടോ? എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് സുദർശനൻ എന്ന E.C.T. സുദർശൻ ചിങ്ങവനത്തെ സ്കൂള്, കോട്ടയം CMS കോളേജ് എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ കാലഘട്ടം പിന്നിട്ടത്. അപ്പോൾ ഇദ്ദേഹം കോട്ടയം ജില്ലയിലെ പള്ളത്താണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞേ. എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് സുദർശനൻ. എഴുതണോ? ബോർഡിൽ നോക്കിക്കേ. എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് ചാണ്ടി ജോർജ് സുദർശൻ. എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് സുദർശൻ. അതാണ് എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ്. E.C.G. എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ്. നമ്മുടെ സാധാ E.C.G.യുടെ ഫുൾ ഫോം നിങ്ങൾ ഈ എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് ആണെന്ന് പറയണ്ടേ. നമ്മൾ പൊതുവെ E.C.G. എടുക്കത്തില്ല. നമ്മളെ ഹാർട്ടിന്റെ ആ ഒരു E.C.G. എടുക്കില്ലേ? അതിന്റെ ഫുൾ ഫോം ഇതാണെന്ന് പറയരുത്. ഇദ്ദേഹത്തിന്റെ പേരിന്റെ ഷോർട്ടാണ് E.C.G. സുദർശൻ. അദ്ദേഹത്തിന് എണ്ണയ്ക്കൽ എന്ന് വെച്ചാൽ പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരായിരിക്കും. ചാണ്ടി ജോർജ് പറഞ്ഞില്ലേ, നമ്മൾ പൊതുവെ ക്രിസ്ത്യൻസ് എന്താണ് അച്ഛൻ്റെയും വല്യപ്പച്ചൻ്റെയൊക്കെ പേര് ചേർത്തിട്ടാണ് പേരിടുന്നത്. അതുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന് വലിയൊരു പേര് കിട്ടിയത്. അപ്പോഴെന്താണ് അദ്ദേഹം കോട്ടയം ജില്ലയിലാണ് ജനിച്ചത്. എന്നാണ് ജനിച്ചത്? 1931 അദ്ദേഹം ജനിച്ചത്. എന്നിട്ട് എന്താണ്? ഇദ്ദേഹം ചിങ്ങവനത്താണ്. ചിങ്ങവനം വെച്ചാൽ കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമാണ് ചിങ്ങവനം. അവിടുത്തെ സ്കൂളിലായിരുന്നു സ്കൂൾ കാലഘട്ടം. സ്കൂളിൽ പഠിച്ചത് ചിങ്ങവനത്തെ സ്കൂളിലായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? കോളേജ് വിദ്യാഭ്യാസം എവിടെയായിരുന്നു? കോട്ടയം CMS കോളേജ്. അവിടെ ആയിരുന്നു വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം. അപ്പോഴത്തേക്കാണ് ചിങ്ങവനത്തെ സ്കൂള്, കോട്ടയം CMS കോളേജ് എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടത്. അപ്പോൾ ആദ്യ കാലഘട്ടം എവിടെയൊക്കെയായിരുന്നു? നമ്മുടെ ചിങ്ങവനത്തെ സ്കൂളിലും കോട്ടയം CMS
CMS കോളേജിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ കാലഘട്ടം പിന്നിട്ടത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും BSc ഓണേഴ്സ് ബിരുദം നേടിയ ശേഷം അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? നമ്മുടെ CMS കോളേജിലെ പഠനവും കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പോയി മദ്രാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെന്നൈ എന്ന് പറയില്ലേ, ചെന്നൈയാണ് മദ്രാസ്. ആ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും BSc ഓണേഴ്സ് ബിരുദം നേടിയ ശേഷം അപ്പോൾ BSc എന്ന് വെച്ചാൽ നമ്മൾ CMS കോളേജിൽ BSc ഡിഗ്രിക്കാണ് അദ്ദേഹം ചെന്നൈയിൽ പോയത്, ആ മദ്രാസിൽ പോയത്. അദ്ദേഹം അപ്പോൾ പ്രീ ഡിഗ്രിക്കായിരിക്കാം CMS കോളേജിൽ പഠിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ 10th കഴിഞ്ഞിട്ടുള്ള കോഴ്സാണ് +1 +2. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആ 10th കഴിഞ്ഞിട്ടുള്ളതായിരുന്നു പ്രീ ഡിഗ്രി. അതായിരുന്നു 2 വർഷം കോളേജ് പഠനമായിരുന്നു ഈ പ്രീ ഡിഗ്രി എന്ന് പറയുന്നത്. പ്രീ എന്ന് വെച്ചാൽ ഡിഗ്രിക്ക് മുൻപ്, പ്രീ ഡിഗ്രിക്ക് മുമ്പുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യം പ്രീ ഡിഗ്രി. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രീ ഡിഗ്രി അങ്ങ് മാറിപ്പോവുകയും പകരം +1 +2 വരികയും ചെയ്തു. അപ്പോഴത്തെന്താണ് ആ പ്രീ ഡിഗ്രി ആ ഒരു ബാച്ചിലെ കോളേജ് തലത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മളെ സ്കൂളിൻ്റെ 2 തലം കൂടെ കൂട്ടി. നമ്മൾ 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കൂടെ ആക്കി. അപ്പോഴും നിങ്ങൾ സ്കൂൾ കുട്ടികൾ തന്നെ. മറ്റേത് 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും സ്കൂൾ കുട്ടികൾ ആ ഒരു സ്കൂൾ പരിവം കഴിഞ്ഞിട്ട് കോളേജ് ലെവലാകുമായിരുന്നു. ഇപ്പോൾ നിങ്ങളാണെങ്കിലോ അന്ന് കോളേജ് ലെവലായിരുന്ന പരിവം വരുമ്പോഴെങ്കിൽ എന്താണ് ഡിഗ്രിക്ക് പോകണം. ഇപ്പോൾ ഡിഗ്രിക്ക് പോയെങ്കിൽ മാത്രമേ കോളേജ് ലെവലാവത്തുള്ളൂ. അന്നാണെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോഴേ പിന്നെ കോളേജ് കുമാരന്മാരും കോളേജ് കുമാരികളുമായിരുന്നു. പക്ഷെ ഇപ്പം വീണ്ടും 2 വർഷം കൂടി കാത്തിരിക്കണം. എന്തിനാണ് 2 വർഷം? +1 +2 കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ കോളേജിലെത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്താണ് ഈ CMS കോളേജിൽ നിന്ന് എന്താണ് പ്രീ ഡിഗ്രി ആയിരിക്കും അദ്ദേഹം അവിടെ പഠിച്ചത്. കാര്യം എന്താ അങ്ങനെ പറയാൻ കാര്യം എന്താ? അദ്ദേഹം മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് BSc ഓണേഴ്സ് ബിരുദം നേടിയത്. അപ്പോൾ എന്താ ഡിഗ്രിയാണ് ഓണേഴ്സ് ബിരുദം. അദ്ദേഹം BSc ആയിരുന്നു, BScയിൽ സയൻസിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. അപ്പോൾ BA BSc BCom ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ് BA എന്ന് പറയുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ലിറ്ററേച്ചറാണ്, ബാച്ചിലർ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം, സംസ്കൃതം അങ്ങനെയുള്ള ഭാഷകൾ പോകുന്നു BA കോഴ്സുകൾ പോകുന്നുണ്ട്. BSc ആണെങ്കിൽ നമ്മുടെ സയൻസ് ഗ്രൂപ്പുകളെല്ലാം BScക്കകത്താണ് വരുന്നത്. BSc മാത്സും സയൻസുമാണ് BScക്കകത്ത് വരുന്നത്. BCom ആണെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ് BComലേക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് 8ാം ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ചെല്ലുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ ഇദ്ദേഹം എന്താണ് നമ്മുടെ CMS കോളേജിന് ശേഷം പിന്നീട് എങ്ങോട്ട് പോയി? മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BSc ഓണേഴ്സ് ബിരുദം നേടിയ ശേഷം മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽസ് റിസർച്ചിൽ 3 വർഷത്തോളം റിസർച്ച് അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. കണ്ടോ, മിടുക്കനായിരുന്നു അദ്ദേഹം കേട്ടോ. അദ്ദേഹം ഈ ഓണേഴ്സ് ബിരുദം നേടിയ ശേഷം എന്ത് ചെയ്തു നോക്കിയേ? മുംബൈയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ആ ഒരു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് 3 വർഷത്തോളം റിസർച്ച് അസിസ്റ്റന്റായിട്ട് പ്രവർത്തിച്ചു. റിസർച്ച് അസിസ്റ്റന്റായിട്ട് ഇദ്ദേഹം 3 വർഷത്തോളം പ്രവർത്തിച്ചു. എവിടെയാണ് പ്രവർത്തിച്ചത്? മുംബൈയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽസ്, ആ ഒരു വലിയ കമ്പനിയാണ് അത്. ആ ഒരു മുംബൈയിൽ അദ്ദേഹം ചെന്നൈയിൽ പഠിച്ചു, മലയാളിയാണ്. ഇവിടെ CMS കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മദ്രാസിൽ പോയത്. മദ്രാസിൽ പോയതിനു ശേഷം പിന്നീട് എങ്ങോട്ടാണ് പോയത്? ആ BSc ഓണേഴ്സ് ബിരുദം നേടിയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മുംബൈയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽസ് റിസർച്ച് 3 വർഷത്തോളം റിസർച്ച് അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. അപ്പോൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയി. ആ ഒരു എന്താണ് നമ്മൾ ഒരു കാര്യത്തെ പറ്റി കൂടുതൽ കണ്ടെത്തുക, റിസർച്ച് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കേട്ടില്ല. എന്താണ് കൂടുതലായിട്ട് ആധികാരികമായിട്ട് പഠനം നടത്തുകയാണ് ആ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എവിടെയാണ് പോയത്? ബോംബെയിൽ ഏത് കമ്പനിയാണ്? ബോംബെയിൽ നിന്നല്ല, മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽസ് റിസർച്ച്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽസിൽ റിസർച്ചിൽ 3 വർഷത്തോളം റിസർച്ച് അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. അതിനുശേഷം റോച്ചസ്റ്റർ സർവകലാശാലയിൽ ഗവേഷണത്തിനായി ചേർന്നു. അതിനുശേഷം ഈ ഒരു 3 വർഷം റിസർച്ചിൽ അവിടെ അസിസ്റ്റന്റായിട്ട് ജോലി നോക്കി. അപ്പോഴത്തേനും ഏകദേശം അങ്ങനെ ഒരു ജോലി നോക്കുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ? ആ ഒരു റിസർച്ച് അസിസ്റ്റന്റായി പ്രവർത്തിച്ചിരുന്നപ്പോൾ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് ആ കാര്യങ്ങളെ പറ്റിയും കൂടുതൽ അറിയാമായിരിക്കാം. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടാവും അതിനകത്തുനിന്ന്, ഇല്ലേ? തീർച്ചയായിട്ടും പഠിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോഴെന്താണ് ആ ഒരു മുംബൈയിൽ ആ ഒരു 3 വർഷത്തിന് ശേഷം എന്ത് ചെയ്തു? ഇദ്ദേഹം റോച്ചസ്റ്റർ സർവകലാശാലയിൽ, എന്താണ് റോച്ചസ്റ്റർ സർവകലാശാലയിൽ ഗവേഷണത്തിനായിട്ട് ചേർന്നു.
PhD ഒക്കെ എടുക്കത്തില്ലേ, PhD അതുപോലെ ഗവേഷണത്തിനായിട്ട് ചേർന്നു. ഗവേഷണം പൂർത്തിയാക്കിയതിനോടൊപ്പം അദ്ദേഹം ഹാർവാർഡ് സർവകലാശാലയിലെ അധ്യാപകൻ, റോച്ചസ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. അപ്പോഴെന്താണ് ഇദ്ദേഹം ആ ഒരു എത്ര സമയം 3 വർഷം റിസർച്ച് അസിസ്റ്റന്റായിട്ട് പ്രവർത്തിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, റോച്ചസ്റ്റർ സർവകലാശാലയിൽ ഗവേഷണത്തിനായിട്ട് ചേർന്നു. അദ്ദേഹം ഗവേഷണത്തിനായിട്ട് അവിടെ പഠനത്തിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ ചേർന്നത്. എന്നിട്ട് ആ ഒരു ഗവേഷണം പൂർത്തിയാക്കിയതിനു ശേഷം എന്ത് ചെയ്തു, പൂർത്തിയാക്കിയതിനോടൊപ്പം അദ്ദേഹം ഹാർവാർഡ് സർവകലാശാലയിൽ ഹാർവാർഡ് സർവകലാശാലയിൽ എന്ത് ചെയ്തു, ആ സർവകലാശാലയിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടി. അവിടെ മാത്രമല്ല, അദ്ദേഹം ഈ പഠിച്ച സർവകലാശാല ഗവേഷണം നടത്തിയ ആ ഒരു റോച്ചസ്റ്റർ സർവകലാശാലയിൽ പ്രൊഫസർ ആയിട്ട് ആ ജോലിയിൽ അദ്ദേഹത്തിന് ആ ജോലി ലഭിച്ചു. അപ്പോഴെന്താണ് അദ്ദേഹം എന്ത് ചെയ്തു, സർവകലാശാലയിൽ ഗവേഷണത്തിന് ചേർന്നു. ആ ഗവേഷണം പൂർത്തിയായതിനോടൊപ്പം അദ്ദേഹം എന്തൊക്കെ ചെയ്തു, അദ്ദേഹം ഹാർവാർഡ് സർവകലാശാലയിൽ അധ്യാപകൻ, റോച്ചസ്റ്റർ സർവകലാശാലയിൽ പ്രൊഫസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. അപ്പോഴെന്താണ് അദ്ദേഹം പഠിച്ചു നല്ല മിടുക്കനായിട്ട് പ്രൊഫസറായിട്ടാണ് ആ ഒരു നിലയിൽ ജോലി നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അധ്യാപകൻ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അധ്യാപകൻ എന്നല്ലേ പറയുന്നത്. പിന്നെ നമ്മൾ കോളേജ് ലെവലിൽ ചെല്ലുന്ന അവിടുത്തെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഒരെണ്ണത്തിൻ്റെ ലെക്ചറർ ആവുന്നത്. പിന്നെ അതിൽ നിന്ന് പ്രൊമോഷനായിട്ടാണ് നമ്മൾ പ്രൊഫസറൊക്കെ ആകുന്നത് കേട്ടോ. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരവസ്ഥ, നല്ല കുട്ടിയായിട്ട് പഠിച്ച് CMS കോളേജിൽ പഠിച്ചു, പിന്നെ മദ്രാസിൽ പോയി പഠിച്ചു, ബോംബെയിൽ പോയി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പഠനം നീണ്ടു പോവുകയാണ്. 1963 മുതൽ 2018 മരിക്കുന്നത് വരെ അദ്ദേഹം ടെക്സാസ് സർവകലാശാലയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. എന്താണ് 1963, അദ്ദേഹം ജനിച്ച വർഷം 1931. അദ്ദേഹത്തിനൊരു 30-32 വയസ്സുള്ള സമയത്താണ്. ആ സമയത്ത് മുതൽ എന്താണ് 1963 മുതൽ 2018 മരിക്കുന്നത് വരെ അദ്ദേഹം ടെക്സാസ് സർവകലാശാലയിൽ പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചു. അദ്ദേഹം എന്താണ് ടെക്സാസ് എന്ന് പറയുന്ന സർവകലാശാലയിൽ പ്രൊഫസറായിട്ട് സേവനം അനുഷ്ഠിച്ചു. അപ്പോൾ മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം അവിടെ പ്രൊഫസറായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊഫസർമാർക്കൊക്കെ എന്താണ് പ്രത്യേകത, അവർ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞെങ്കിൽ പോലും അവർക്ക് വേറെ ഇതേപോലെയുള്ള വലിയ സർവകലാശാലകളിലെല്ലാം പ്രൊഫസറായിട്ട് ഇദ്ദേഹത്തിന് കീഴിൽ ഒരുപാട് പേര് അസിസ്റ്റന്റുമാരുണ്ടായിരിക്കാം. അങ്ങനെ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴെന്താണ് 2018 അദ്ദേഹം മരിക്കുന്നത്. 2018 വരെ അദ്ദേഹം ടെക്സാസ് സർവകലാശാലയിൽ പ്രൊഫസറായിട്ട് സേവനം അനുഷ്ഠിച്ചു. ഇതിനിടയിൽ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പ്രൊഫസർ, ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിന്റെ ഡയറക്ടർ എന്നീ പദവികളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തു, ഇത് കൂടാതെ വേറെ എന്തൊക്കെ ചെയ്തു, ഇതിനിടയിൽ ഇടയിലുള്ള സമയത്ത് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പ്രൊഫസർ, ബാംഗ്ലൂരിലേതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പ്രൊഫസറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. ഇവിടെയാണ് ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അവിടെ പ്രൊഫസറായിരുന്നു. പിന്നീട് എന്താണ് ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിന്റെ ഡയറക്ടർ. അപ്പോൾ ഇദ്ദേഹം ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിന്റെ ഡയറക്ടർ എന്നീ പദവികളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലായില്ലേ, നല്ല ഒരു വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. ഒരു പഠനത്തിൽ വളരെ മിടുക്കനായിട്ടുള്ള ഒരാളായിരുന്നല്ലോ അദ്ദേഹം. അതുകൊണ്ടാണല്ലോ ഇത്രയും നിലകളിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റിയത്. എന്തെല്ലാം നിലകളിൽ എത്തിച്ചേർന്നു ഇദ്ദേഹം എന്തൊക്കെയായിരുന്നു, ആ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താണ് അതിനുമ്പോൾ ഓണേഴ്സ്, നമ്മുടെ മദ്രാസിൽ നിന്ന് ഓണേഴ്സ് ബിരുദം നേടിക്കഴിഞ്ഞു. അതിനുശേഷം മുംബൈയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ 3 വർഷത്തോളം റിസർച്ച് അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, റോച്ചസ്റ്റർ സർവകലാശാലയിൽ ഗവേഷണത്തിനായിട്ട് ചേർന്നു. പിന്നീട് ഗവേഷണം പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഹാർവാർഡ് സർവകലാശാലയിൽ അധ്യാപകൻ, റോച്ചസ്റ്റർ സർവകലാശാലയിൽ പ്രൊഫസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. അപ്പോൾ അത്രയ്ക്ക് മിടുക്കനായിട്ടിരിക്കണം അദ്ദേഹം പഠിക്കുന്ന സമയത്ത്. അതിൽ ഇത്രയും നിലകളിലൊക്കെ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയുന്നത്. 1963 മുതൽ 2018 വരെ അദ്ദേഹം ആ ഒരു 32 വയസ്സുള്ള സമയം മുതൽ മരിക്കുന്നത് വരെ എന്ത് ചെയ്തു, അദ്ദേഹം ടെക്സാസ് സർവകലാശാലയിൽ പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചു. ഒരുപാട് സ്ഥലത്ത് ഇപ്പം തന്നെ നിങ്ങൾ തന്നെ ചിന്തിച്ചോണം, അദ്ദേഹത്തിന് ഒരു ചെറു പ്രായം
ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിലെ ഡയറക്ടർ എന്നീ പദവികളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ അദ്ദേഹം എന്തെല്ലാം ചെയ്തു? അത് കൂടാതെ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പ്രൊഫസറായിരുന്നു. ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിന്റെ ഡയറക്ടർ എന്നീ പദവികളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഏകദേശം രൂപം മനസ്സിലായോ? കേട്ടോ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോഴും നിസ്സാരക്കാരനല്ലായിരുന്നു അദ്ദേഹം. വളരെ നല്ലൊരു രീതിയിൽ പഠിച്ച് നല്ല ജോലിയിൽ നല്ല പദവിയിൽ ഇരുന്ന ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹം. കേട്ടോ, ബാക്കി നോക്കിക്കേ. കോട്ടയത്തെ തറവാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ക്ലോക്കിന്റെ പ്രവർത്തനങ്ങൾ പിതാവ് കാട്ടിക്കൊടുത്തതാണ് ഊർജ്ജതന്ത്രത്തോട് സുദർശനന്റെ മനസ്സിൽ താല്പര്യം ജനിക്കാൻ ഇടയാക്കിയത്. എന്താണ്? കോട്ടയത്ത് പറഞ്ഞില്ല, അദ്ദേഹം ജനിച്ചു വളർന്ന തറവാട് സ്ഥലം എവിടെയായിരുന്നു? അദ്ദേഹത്തിന്റെ സ്ഥലം കോട്ടയമായിരുന്നു, കോട്ടയത്ത്. അപ്പോഴെന്താണ്? ആ കോട്ടയത്തെ തറവാട്ട് വീട്ടിൽ, ആ തറവാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ക്ലോക്കിന്റെ പ്രവർത്തനങ്ങളാണ്. ഒരു ക്ലോക്ക്, പണ്ട് കാലത്തെ ക്ലോക്ക് എങ്ങനെയുള്ളതാണ്? വലിയ ക്ലോക്ക് ആയിരിക്കത്തില്ലയോ? വലിയ ബോക്സ്, ഭയങ്കര ഒരു പെട്ടിയാണുള്ള ക്ലോക്ക്. അത് പെൻഡുലം ഉണ്ടായിരിക്കാം. പെൻഡുലം ഇങ്ങനെ മണി അടിക്കപ്പെടുന്നതിന് ടിക് ടോക്ക് ടിങ് ടങ് ടങ് പെൻഡുലം ഉണ്ടല്ലോ. അങ്ങനെ പെൻഡുലം ഉണ്ടാകും. അത് അന്നത്തെ ഒരു ക്ലോക്ക് ആയിരിക്കാം. അപ്പോഴെന്താണ്? നമ്മൾ ഒരു പഴയ കോട്ടയത്തെ തറവാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ക്ലോക്കിന്റെ പ്രവർത്തനങ്ങൾ പിതാവ് കാട്ടിക്കൊടുത്തതാണ് ഊർജ്ജതന്ത്രത്തോട് സുദർശനന്റെ മനസ്സിൽ താല്പര്യം ജനിക്കാൻ ഇടയായത്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ ആ ഒരു ക്ലോക്കിന്റെ പ്രവർത്തനം മകന് കാണിച്ചു കൊടുത്തു. അല്ലേ? നിങ്ങളെയൊക്കെ വീട്ടിൽ കാണിക്കും. ഇപ്പം നിങ്ങൾ ഒരുപക്ഷെ വീട്ടിലെ പണി നിങ്ങൾ കാണാൻ വേണ്ടി നിൽക്കുന്നില്ല, നിങ്ങൾ തന്നെ കഴിച്ച് പണിയായിരിക്കും ചെയ്യുന്നത്. ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നതായിരിക്കാം. അപ്പോൾ ഇതെന്താണ്? അച്ഛൻ കാണിച്ചു കൊടുക്കുകയാണ് ക്ലോക്കിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത്. അപ്പോഴെന്താണ്? ആ ഒരു പ്രവർത്തനം കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഊർജ്ജതന്ത്രത്തോടുള്ള ആ ഒരു താല്പര്യം മനസ്സിൽ ജനിക്കാൻ ഇടയായത്. ഊർജ്ജതന്ത്രം, ആ ഒരു ക്ലോക്കിന്റെ പ്രവർത്തനം, ആ ഒരു സൂചി കറങ്ങുന്നു, അതിന്റെ ആ ഒരു പ്രവർത്തനം അച്ഛൻ കാണിച്ചു കൊടുത്തതിൽ നിന്നാണ് ഊർജ്ജതന്ത്രത്തോട് സുദർശനന്റെ മനസ്സിൽ താല്പര്യം ജനിക്കാൻ ഇടയാക്കിയത്. ആ മനസ്സിലുള്ള ഒരു ഊർജ്ജതന്ത്രത്തിനോട് അപ്പോൾ താല്പര്യം ജനിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? തറവാട്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു ക്ലോക്കിന്റെ പ്രവർത്തനം ആര് കാണിച്ചു കൊടുത്തു? അച്ഛൻ ഈ മകന് കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴാണ് മനസ്സിൽ ആ ഒരു ഊർജ്ജതന്ത്രത്തോടുള്ള ഒരു താല്പര്യം ജനിക്കാനിടയായത്. എണ്ണ ഇടാനായി പിതാവ് താഴെ ഇറക്കി വെച്ചിരുന്ന ഘടികാരത്തിലെ ചക്രങ്ങൾ കണ്ടപ്പോഴാണ് തന്നിൽ ആദ്യമായി ശാസ്ത്ര കൗതുകം ഉണർന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വലിയ ക്ലോക്ക് ആയിരുന്നില്ല. അപ്പോഴെന്താണ്? ആ ക്ലോക്ക് എണ്ണ ഇടാനായി, അകത്തുള്ള സാധനങ്ങളൊക്കെ ഇരുമ്പ് കൊണ്ടൊക്കെയുള്ള ആയിരിക്കുമല്ലോ ക്ലോക്കിന്റെ. അപ്പോൾ അതിന് എണ്ണ ഇടാൻ വേണ്ടി പിതാവ് താഴെ ഇറക്കി വെച്ചിരുന്ന ഘടികാരത്തിലെ ചക്രങ്ങൾ കണ്ടപ്പോഴാണ് ആ ഒരു ഘടികാരം വലിയ ക്ലോക്ക് ആയിരിക്കാം, വലിയ സ്റ്റാൻഡൊക്കെനകത്തൊക്കെ നിൽക്കുന്ന വലിയ ക്ലോക്ക് ആയിരിക്കാം, പെൻഡിലൊക്കെ ഉള്ളൊരു ക്ലോക്ക് ആയിരിക്കാം. അപ്പോഴെന്താണ്? അതിനകത്ത് എണ്ണ ഇടാൻ വേണ്ടിയിട്ട് പിതാവ് താഴെ ഇറക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു ഘടികാരത്തിലെ ചക്രങ്ങൾ കണ്ടപ്പോഴാണ് തന്നിൽ ആദ്യമായി ശാസ്ത്ര കൗതുകം ഉണർന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം എപ്പോഴാണ് ഇതിൻ്റെ ആരംഭ ശാസ്ത്ര കൗതുകം എപ്പോഴാണ് മനസ്സിൽ തോന്നിയെന്നുള്ള ചോദ്യങ്ങൾ വരുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇതെന്താണ്? പിതാവ് തൻ്റെ തറവാട്ടിൽ വീട്ടിൽ വെച്ച് ക്ലോക്കിന്റെ പ്രവർത്തനങ്ങൾ കാണിച്ചു തരികയും അത് എണ്ണ ഇടാനായിട്ട് അദ്ദേഹം ഇറക്കി താഴെ വെച്ചിരുന്ന ഘടികാരത്തിലെ ചക്രങ്ങൾ കണ്ടപ്പോഴാണ് തൻ്റെ ആദ്യമായി ശാസ്ത്ര കൗതുകം ഉണർന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയാവാം, നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഇപ്പം മോട്ടോർ ശരിയാക്കുന്നത് കാണുമ്പോഴോ ഇല്ലെങ്കിൽ തന്നെ ഗ്യാസ് സ്റ്റവ് ശരിയാക്കുന്നത് കാണുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു ഒരെണ്ണത്തിനോടൊരു താല്പര്യം ഉണ്ടാകുന്നത്. നമുക്കങ്ങനെ ഓരോന്നും താല്പര്യം ചെറുതിലേ കിട്ടുമ്പോൾ എന്തെങ്കിലും നമുക്കതിനുള്ള ആ ഒരു താല്പര്യം നമുക്ക് ഉണ്ടാകാൻ അത് ഒരുപക്ഷെ കാണുന്നതായിരിക്കാം. ഇപ്പം തന്നെ ഒരു ബൈക്ക് എന്തെങ്കിലും കേടായി കഴിഞ്ഞു, അപ്പോൾ വീട്ടിൽ പണിക്കാർ വന്നിരുന്ന് മൊത്തം അത് അഴിച്ചിളക്കിയെടുത്ത് പണിഞ്ഞ് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു എവിടെയോ ഒരു താല്പര്യം, ഒരു ഇഷ്ടം തോന്നും ആ ഒരു ഫീൽഡിലേക്ക്. പക്ഷെ നിങ്ങൾ മണിക്കരായിട്ട് പഠിച്ച് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറൊക്കെ ആകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും താല്പര്യം ചെറുതിലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഒരു ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാരണം നമുക്ക് എവിടെന്നെങ്കിലും കിട്ടണം, എവിടെന്നെങ്കിലും അതിനുള്ള ഒരു സ്പാർക്ക് ഇങ്ങനെ കിട്ടത്തില്ലേ? ആ ഒരു സംഭവം കിട്ടപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ വീട്ടിലെ ക്ലോക്ക് എണ്ണയിടാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നപ്പോൾ അതിനകത്ത് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഊർജ്ജതന്ത്രത്തിനുള്ളൊരു താല്പര്യം ഉണ്ടായത്. കണ്ടോ, അദ്ദേഹത്തിന്റെ മനസ്സിലപ്പോഴും ആ ഒരു ക്ലോക്കിന്റെ കാര്യങ്ങൾ, ആ ഒരു എണ്ണ ഇടാനായിട്ട് പിതാവ് ഇറക്കി വെച്ചിരുന്ന
ഊർജം, ദോലനം തുടങ്ങിയ സംഗതികളെ പറ്റിയൊക്കെ പ്രാഥമിക ധാരണ ബാലനായ സുദർശന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത് ആ ക്ലോക്കിന്റെ പ്രവർത്തനം കണ്ടപ്പോഴാണ്. അപ്പോൾ ക്ലോക്കിനകത്തുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ്? ഘർഷണമുണ്ട്, ഊർജമുണ്ട്, ദോലനമുണ്ട്. അതിൻ്റെ പറഞ്ഞ പെറ്റിലൊക്കെ ദോലനമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതെല്ലാം ദോലനമാണ് തുടങ്ങിയ സംഗതികളെ പറ്റിയൊക്കെ പ്രാഥമിക ധാരണ, അതിനെ പറ്റിയുള്ള എല്ലാം പ്രാഥമികം, അടിസ്ഥാനപരമായിട്ടുള്ള ആദ്യമായിട്ടുള്ള ആ ഒരു അറിവ്, ആ ഒരു ധാരണ ബാലനായ സുദർശനന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത് ആ ക്ലോക്കിന്റെ പ്രവർത്തനം കണ്ടപ്പോഴാണ്. അപ്പോൾ അച്ഛൻ എടുത്തു വെച്ച് ആ ക്ലോക്ക് എടുത്ത് വെച്ച് എണ്ണയിടാൻ വെച്ചിരുന്ന സമയത്ത് അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്ന കാര്യങ്ങൾ? ഘർഷണത്തിനെ പറ്റി പറഞ്ഞു കൊടുത്തു, ഊർജത്തെ പറ്റി പറഞ്ഞു കൊടുത്തു, ദോലനത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോഴത്തേനാണ് ഇത് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതിനെ പറ്റിയുള്ള പ്രാഥമികമായിട്ടുള്ള അറിവുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ആ ഒരു ബാലനായിട്ടുള്ള സുദർശന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞത് ആ ക്ലോക്കിന്റെ പ്രവർത്തനം കണ്ടപ്പോഴാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഇദ്ദേഹം എന്താണ്? നമ്മളുടെ എത്ര പ്രാവശ്യമാണ്? 9 പ്രാവശ്യം നൊബേൽ സമ്മാനത്തിന് പേര് നാമനിർദ്ദേശത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. അദ്ദേഹം മലയാളിയായിരുന്നു. പിന്നീട് എന്താണ്? അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസവും കേരളത്തിലായിരുന്നു. പിന്നീട് ഇദ്ദേഹം മദ്രാസിൽ പഠിക്കാൻ പോയി, അതിനുശേഷം ബോംബെയിൽ പോയി, പിന്നീട് ഒരുപാട് സർവകലാശാലകളിൽ അധ്യാപകനായി, പ്രൊഫസറായിട്ട് ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് 1963 മുതൽ മരിക്കുന്നത് വരെയും ടെക്സാസ് സർവകലാശാലയിൽ പ്രൊഫസറായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. അദ്ദേഹത്തിന് ഈ ഊർജ്ജതന്ത്രം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് മനസ്സെത്തിയപ്പോഴാണ് തൻ്റെ തറവാട്ട് വീട്ടിൽ വെച്ച്, കുട്ടിയായിരുന്നപ്പോൾ തൻ്റെ തറവാട്ട് വീട്ടിൽ വെച്ച് അച്ഛൻ അവിടുത്തെ ക്ലോക്ക് എടുത്ത് അതിനകത്തെ കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും അത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് എന്തൊക്കെയാണ്? ഘർഷണം, ഊർജം, ദോലനം എന്നിവയെ പറ്റിയുള്ള കാര്യങ്ങൾ, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തിന് താല്പര്യം ഉണ്ടായത്? ഊർജതന്ത്രത്തിനോടുള്ള താല്പര്യം ഉണ്ടായത്. ഓക്കെ, ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.